എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെടുത്തി വളരെയധികം ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് എമ്പുരാൻ. ഈ പദവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില സാമ്യതകളും നിരീക്ഷണങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ലോർഡ്സ് ഓഫ് ലോർഡ്സ് എന്നാണ് എമ്പുരാൻ എന്ന പദത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. തമ്പുരാൻ എന്ന വാക്കിനോട് സാമ്യം തോന്നുന്നു. രാജാവ്, അജയൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്. കേൾക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ വാക്കിൻ്റെ വിവിധ പ്രയോഗങ്ങളും വകഭേദങ്ങളുമൊക്കെ സിനിമയുടെ ടൈറ്റിലുമായി ബന്ധപ്പെടുത്തി ചർച്ചയിൽ വരുന്നുണ്ട്. എമ്പുരാൻ എന്ന വാക്കിനെ ശബ്ദധാരാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻപുരാൻ എന്നാണ്. എൻ്റെ യജമാനൻ, ഞങ്ങളുടെ നാഥൻ, എംബ്രാൻ എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. എമ്പുരാൻ എന്നത് മലയാള ഭാഷയിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ശൈലിയാണ്. എമ്പുരാൻ എന്ന ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്തതു മുതൽ തന്നെ പേരിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കൗതുകകരമായ നിരവധി നിരീക്ഷണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. എമ്പുരാൻ എന്ന നാമത്തിൻ്റെ വകഭേദങ്ങളായിട്ടാണ് പിന്നീട് തമ്പുരാൻ, എംബ്രാൻ, തമ്പ്ര, എംബ്രാൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടായതെന്ന് മറ്റൊരു നിരീക്ഷണമാണ്. നീലേശ്വരത്തും മറ്റും യാഗങ്ങൾ കഴിക്കുന്ന ബ്രാഹ്മണരെയും എംബ്രാന്മാരെന്നാണ് വിശേഷിക്കപ്പെട്ടിരുന്നത്. ശബ്ദധാരാവലിയിലും പറയുന്നുണ്ട്. സമാനമായി എൻബോൻ, എൻ പെരുമാൻ തുടങ്ങിയ പ്രയോഗങ്ങളും നിലവിലുണ്ട്. തുളുനാട്ടിലെ ബ്രാഹ്മണർ എന്നാണ് എൻ പെരുമാൻ എന്ന വാക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിർവചനം. എമ്പുരാൻ എന്ന പദവുമായി ബന്ധപ്പെടുത്തി പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജാവിനേക്കാൾ വലുതും രാജാവിനേക്കാൾ താഴ്ന്നതുമായ ഒരാളെന്നാണ് എമ്പുരാൻ എന്ന വാക്കിനർത്ഥം. ഇതുമായി ബന്ധപ്പെടുത്തി ബൈബിളിലെ മറ്റ് പരാമർശങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ബൈബിളിൽ സാധാരണയായിട്ട് മറ്റ് പരാമർശങ്ങളിലൊന്നും പദം കാണപ്പെടുന്നില്ല. എന്നിരുന്നാലും ഗ്രീക്ക് പദങ്ങളിൽ ഇതുമായി ബന്ധപ്പെടുത്തി സാമ്യതയുള്ള പദങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഴത്തിൽ സ്പർശിക്കുക, കർശനമായി ശാസിക്കുക, അല്ലെങ്കിൽ കോപം പ്രകടിപ്പിക്കുക എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഗ്രീക്ക് പദമായിട്ടുള്ള എംബ്രിയോമയോമൈ എന്ന പദം ഇതുമായി ബന്ധപ്പെടുത്തി സാമ്യതയുള്ളതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. കോപത്തോടെ ചീറ്റുക എന്നിങ്ങനെയുള്ള വിവിധ അർത്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ 5 തവണ ഈ പദം പ്രത്യക്ഷപ്പെടുന്നെന്ന് കാണുവാൻ സാധിക്കും. മത്തായി 9:30 സുഖം പ്രാപിച്ച അന്ധന്മാർക്ക് അവരുടെ രോഗശാന്തിയെക്കുറിച്ച് ആരോടും പറയരുതെന്ന് യേശു കർശനമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രീക്ക് ബൈബിളിൽ ഈ പദം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മാർക്കോസ് 1:43 ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ശേഷം പ്രത്യേക പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ യേശു അവരോട് കർശനമായിട്ട് നിർദ്ദേശിക്കുന്നു. ഈ ഭാഗത്തും ഗ്രീക്ക് പദത്തിൻ്റെ വകഭേദമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മാർക്കോസ് 14:5 വില കൂടിയ തൈലം കൊണ്ട് യേശുവിനെ അഭിഷേകം ചെയ്ത ശേഷം ചില വ്യക്തികൾ ഒരു സ്ത്രീയെ ശകാരിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് ബൈബിൾ പരമായിട്ട് പരിശോധിക്കുമ്പോൾ എംബ്രിയോമയോമൈ എന്ന പദം കാണുവാൻ സാധിക്കുന്നതാണ്. യോഹന്നാൻ 11:33 ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി മറിയയും മറ്റുള്ളവരും കരയുന്നത് കണ്ടപ്പോൾ യേശുവുമായി ബന്ധപ്പെടുത്തിയുള്ള പരാമർശങ്ങളിലും നമുക്ക് ഈ പദം കാണുവാൻ സാധിക്കുന്നതാണ്. യോഹന്നാൻ 11:38 വീണ്ടും ആഴത്തിൽ ദുഃഖിതനായ യേശു ലാസറിൻ്റെ ശവകുടീരത്തെ സമീപിക്കുമ്പോൾ എമ്പുരാൻ എന്ന പദത്തിന് സമാനമായിട്ടുള്ള എംബ്രിയോമയോമൈ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഗാധമായ വൈകാരിക അസ്വസ്ഥതയുള്ള വിവിധ വികാരങ്ങളെ അറിയിക്കുന്നുവെന്നും ഈ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നതാണ്. എമ്പുരാൻ എന്ന പദവുമായി ബന്ധപ്പെടുത്തി മറ്റേതെങ്കിലും അർത്ഥങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.